ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ മാങ്ങ കൊണ്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാങ്ങ ഉള്ളവർക്കെല്ലാം ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ തയ്യാറാക്കി കഴിക്കൂ. തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്കിത് കഴിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. വീട്ടിലെ മാങ്ങയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് 2 വിളഞ്ഞ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നു. ഇനി നമുക്കിത് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇത് അധികം പഴുത്തില്ല. നാളെയാകുമ്പോൾ ഇത് പഴുക്കും. നല്ല വിളഞ്ഞ മാങ്ങയാണിത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി 4-5 ഈന്തപ്പഴം എടുത്തു അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞെടുക്കാം. വിത്ത് കളഞ്ഞെടുത്തു. ഇനി നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല കറുത്ത ഈന്തപ്പഴമാണ്. നല്ല കറുകറാന്നാണ് ഇരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുക്കാം. ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പുളിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കണം. ഇതും കറുത്ത പുളിയാണ്. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കൈവച്ച് ഞവിടി പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതൊരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുപ്പിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മാങ്ങയെല്ലാം അതിലേക്ക് ഇടാം. അതിലേക്ക് ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയുടെ കൊത്തൊക്കെ ഞാൻ മാറ്റി ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്കിതിലേക്ക് പാകത്തിന് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. അടപ്പ് വെച്ച് അടച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ പുളിപ്പും മധുരവും ഈന്തപ്പഴത്തിൻ്റെ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. കണ്ട, ഇതിലേക്ക് നമുക്ക് ഇനി ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് കൂടും. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഈ വീട്ടിൽ 3-4 മാങ്ങ ഉണ്ടാക്കിയാലേ തികയത്തുള്ളൂ. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ എല്ലാവരും ഇത് കഴിച്ചു തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ ഈ മാങ്ങ ഉള്ള സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല രസമാണ് ഈ മാങ്ങ കഴിക്കാൻ. കുട്ടികളും വലിയവരും എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.